ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെജിറ്റബിൾ ഓയിലാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് എണ്ണ ചൂടാവാനായിട്ട് ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കാല് വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ കാല് കൊണ്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമുക്ക് മറിച്ചിടുമ്പോൾ അപ്പുറത്തെ സൈഡിലും ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി കൊടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ. എന്നിട്ടത് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടന്ന് വേവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത് കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ വശത്തും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 4 മിനിറ്റ് ഈ വശം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 2 വശവും 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചിക്കന് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പൗഡർ ആണെങ്കിൽ പെപ്പർ ഇങ്ങനെ കൊഴിഞ്ഞു പോവില്ല കേട്ടോ. പെപ്പർ നല്ല ഫൈൻ പൗഡർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഇതിലത്തെ എണ്ണനെ മാറ്റിയെടുക്കാം. ആ ഓയിൽ മാറ്റിയിട്ട് ആ പാൻ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. അത് കഴുകൊന്നും വേണ്ട കേട്ടോ. ആ കുരുമുളകിൻ്റെ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അത്രയ്ക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പോൾ അതും കൂടെ ചേർക്കണം ഈ സോസിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു എന്നിട്ട് പറയുക ഒരു 1/2 ഇഞ്ച് അത്രയും കുറച്ച് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതാക്കി അരിയണം കേട്ടോ. ഇനി ഈ സോസിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ ആവശ്യത്തേക്കും ഇതിൻ്റെ സോസൊക്കെ ഒന്ന് എത്തിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു ഓവൻ സെറ്റപ്പ് നമുക്ക് തന്നെ തയ്യാറാക്കാം. അതിനൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിതിനെ ബേക്ക് ചെയ്യാനായിട്ടൊരു നമ്മുടെ പഴയ ദോശത്തട്ടില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ നേരിട്ടിട്ട് ചെയ്യാം കേട്ടോ. ഓവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റോളം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടേക്കാണ് കേട്ടോ.
ഇതിൽ കിടന്നത് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് ഡയറക്റ്റായിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നല്ലെങ്കിൽ ഓവനിൽ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ തട്ട് വെക്കണമെങ്കിൽ തട്ട് ചൂടാവുന്നവരെ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഈ പാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് അത് ഇറക്കണം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഇറക്കണം. ഈ പാനാകുമ്പോൾ നമുക്ക് ഓവനിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താലും മതി. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അപ്പോഴാണ് ആ സോസ് എല്ലാത്തുമേയും പിടിക്കുള്ളൂ കേട്ടോ. എല്ലാത്തുമേയും പിടിച്ചു കഴിഞ്ഞാൽ അതും ആ സോസിൽ കിടന്നിട്ട് അത് ബേക്കായി വരണം. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ സ്പൈസി ആവണം എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇപ്പോൾ ചേർക്കാം. ഞാൻ ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി സ്പൈസി കുറച്ചും കൂടി ആവണമെന്നുണ്ടെങ്കിൽ ഹണി സോസ് ചിക്കനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പൈസി ആവണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇപ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ലെഗ് പീസ് കൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ലെഗാണോ എന്ന്. ലെഗല്ല, 2 കോഴിക്ക് 4 കാലേ കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യണ്ടേ, വീടുകളിലാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. നമ്മളിത് 2 സൈഡും തിരിച്ചും മറിച്ചു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചിക്കന്മേ വരയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സോസിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ല ഇതാവണം. നമ്മൾ വരഞ്ഞ ഉള്ളിലേക്ക് അങ്ങനെ ആക്കണില്ല. അതുകൊണ്ട് ഈ സോസിൽ മുക്കിയിട്ടാണ് ഈ ചിക്കൻ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലല്ല. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് നോക്കട്ടെ. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഈസ് റെഡി. നല്ല കാരണം നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു ആദ്യം 2 സൈഡ് 4 മിനിറ്റ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇത് വരഞ്ഞു കഴിഞ്ഞാൽ വരയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം ചെറുതായിട്ട്. ഇത് ഈ ചിക്കൻ ഈ ഗ്രേവി കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ഞാനിപ്പോൾ ഇതൊരു 25 മിനിറ്റാണ് ഇങ്ങനെ സിസ്റ്റത്തിൽ വെച്ചത്, ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. നമുക്ക് ഓവനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. 25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സോസിലൊക്കെ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഇടാൻ മറക്കരുത്, പ്രത്യേകം പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ഞാൻ ഇട്ടത് ഇതിൽ പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അത്ര ടേസ്റ്റി ആയിരിക്കില്ല കേട്ടോ. കാരണം ഒരു സ്വീറ്റാണ് ഇതിന് വരുന്നത്. സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു സ്വീറ്റാണ്, ഹണിയുടെയൊക്കെ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.